നമസ്തേ. ഈയിടെ ഒരു അമ്മയും അവരുടെ കുടുംബവും കൂടി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിന് എത്തിയപ്പോൾ ക്യൂവിൽ നിന്ന് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന വാതിലിന് മുന്നിലെത്തിയപ്പോൾ ക്യൂ നിയന്ത്രിക്കാനായി നിന്നിരുന്ന ഒരു ദേവസ്വം ജീവനക്കാരിൽ നിന്നും ആ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്ന ആ ചെറുപ്പക്കാരുടെ കയ്യിൽ കയറി പിടിച്ചു നിൽക്കാൻ ആവശ്യപ്പെട്ടത് അവർക്ക് വളരെ മാനസികമായ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ചെയ്തിരുന്നു. തിരക്ക് നിയന്ത്രിക്കാനാകാം അവർ അങ്ങനെ ചെയ്തിട്ടുണ്ടാകുക. എങ്കിലും ഗുരുവായൂർ പോലുള്ള ക്ഷേത്രങ്ങളുടെ ദേവസ്വം ഉദ്യോഗസ്ഥരിൽ നിന്നും ഭക്തർക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഞങ്ങൾ ആ ഒരു വാർത്ത ചെയ്തത്. എന്നാൽ ഞങ്ങൾ ചെയ്ത ആ വാർത്തയ്ക്ക് താഴെയായി ഭക്തർക്ക് നേരിടേണ്ടി വന്ന നിരവധി പ്രശ്നങ്ങളാണ് കമൻറ്റുകളായി ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായത്. ക്ഷേത്ര ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ ഭാഗത്തു നിന്നും അത്രയധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നതിനാണല്ലോ അത്രയധികം കമൻറ്റുകൾ ലഭിച്ചിട്ടുണ്ടാകുക. അപ്പോൾ ഭക്തർ ഇത്രയും ബുദ്ധിമുട്ടുകൾ നേരിട്ട ആ ഒരു കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കണം എന്ന് ഞങ്ങൾക്ക് തോന്നി. നമുക്ക് എന്തായാലും ആ കമൻറ്റുകളൊന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിരവധി കമൻറ്റുകളാണ് ഞങ്ങൾക്ക് അവർ അനുഭവിച്ച പ്രശ്നങ്ങൾ എന്ന രീതിയിൽ ഞങ്ങൾക്ക് ഈ ഒരു വാർത്തയുടെ കീഴിയായിട്ട് നമുക്ക് ലഭിച്ചത്. ലളിത 2935 എന്ന ഒരു ഐഡിയിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടിയത് മണിക്കൂറുകളോളം ക്യൂ നിന്ന് ഭഗവാന്റെ മുന്നിൽ വന്ന് തൊഴാനായി കൈ പൊക്കുമ്പോഴാണ് പിടിച്ച് ഒറ്റ തള്ളുന്നത്. ഇതിനൊരു പരിഹാരം വേണം എന്നാണ് ലളിത 2935 എന്ന ഒരു ഐഡിയിൽ നിന്നും ഒരു ഭക്ത പറഞ്ഞിരിക്കുന്നത്. സമാനമായ രീതിയിൽ തന്നെയാണ് നമ്മളുടെ കമൻറ്റുകളെല്ലാം പോകുന്നത്. ഒരു ഗീത രംഗീത് എന്ന് പറയുന്ന ഒരു ഭക്തയും നമ്മളോട് പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. വളരെ ശരിയാണ്, ദേവസ്വം ജീവനക്കാരുടെ അഹങ്കാരമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ആ ഒരു സ്ത്രീക്കും ഇതേ അനുഭവം തന്നെയാണ് ഉണ്ടായത്. കഷ്ടപ്പെട്ട് ഭഗവാന്റെ മുന്നിൽ എത്തിയപ്പോൾ ഒരു തള്ളാണ്. ഭഗവാനെ കണ്ടില്ല, പകരം കണ്ടത് ഉള്ളിൽ തിരിഞ്ഞു നിന്ന പൂജാരിയുടെ പിൻഭാഗമാണ്. അത് കാണാനല്ലല്ലോ നമ്മൾ അവിടേക്ക് പോകുന്നത്. അങ്ങേര് അതിനുള്ളിൽ നിന്ന് തിരിഞ്ഞു കളിക്കുകയാണ്. ദയവായി ഭഗവാനെ കാണാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക, മാന്യമായി തന്നെ പെരുമാറുക, പണത്തിന്റെ ആർത്തിയോടെ മാത്രം പെരുമാറുന്നത് നിങ്ങൾ ഒഴിവാക്കുക. പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല എന്നും ഗുരുവായൂർ ഇപ്പോഴാണ് സ്വാധീനവും അഴിമതിയും പണക്കൊതിയും ഒക്കെ മാത്രം നോക്കുന്നതെന്നും ഒക്കെ ഈ ഭക്തയെ കമന്റിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് ഇരയാകുന്നത് നമ്മളെപ്പോലെയുള്ള പാവങ്ങളാണ് എന്നാണ് പറയുന്നത്. വളരെ കൃത്യമാണ് ഈ ഒരു ഭക്ത പറഞ്ഞത്. കാരണം എല്ലാവർക്കും അറിയാം, നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും അതുപോലെ തന്നെ ഗുരുവായൂർ അടക്കമുള്ള ക്ഷേത്രങ്ങളിലും നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ക്യൂ നിൽക്കാണ്ട് അകത്ത് കയറാം എന്ന് പറഞ്ഞ ഒരു സ്ഥിതിഗതിയാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു ഭക്തയും ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വേറൊരാൾ പറഞ്ഞ രേവതി എന്ന് പറഞ്ഞൊരു ഭക്ത പറഞ്ഞിരിക്കുന്നത് ഈ വിധ പരാതികളെല്ലാം ഭഗവാൻ അറിയുന്നില്ലേ കണ്ണ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ശ്യാമള എന്ന് പറഞ്ഞൊരു ഭക്ത പറഞ്ഞിരിക്കുന്നത് ഇവിടെയുള്ള ഈ ദേവസ്വം ബോർഡിൻ്റെ സ്റ്റാഫുകളായിട്ടുള്ളവരുടെ ആൾക്കാർ പോയി കഴിഞ്ഞാൽ സ്പെഷ്യൽ ക്യൂ വഴി നിർത്തി വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തൊഴിക്കുന്നത് കാണാൻ സാധിക്കും. ഈ ഒരു ഭക്ത ഏകാദശി ദിവസം അവിടെ തൊഴാൻ വേണ്ടി പോയപ്പോൾ ഇത് കണ്ടതിനെ പറ്റിയിട്ടാണ് ഈ ഒരു ഭക്ത പറയുന്നത്. അതുപോലെ തന്നെ രാജലക്ഷ്മി പറയുന്നത് എനിക്കും 2 ആഴ്ച മുൻപ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ച് പരാതിപ്പെടാൻ ഓഫീസിൽ ചെന്നപ്പോൾ അവർ അത് ഒത്തുതീർപ്പാക്കാനാണ് ശ്രമിച്ചതെന്നല്ലാതെ പരാതി കൈപ്പറ്റാൻ പോലും ആ ദേവസ്വം ബോർഡിലുള്ളവർ തയ്യാറായില്ല എന്നാണ് ഒരു ഭക്ത പറയുന്നത്. ഇതൊക്കെ വളരെ പ്രധാനമായും നമ്മൾ നോട്ട് ചെയ്ത് മുന്നോട്ട് പോവേണ്ട കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഭക്ത പറഞ്ഞ പോലെ തന്നെ പണ്ട് ഗുരുവായൂർ പോലുള്ള ക്ഷേത്രത്തിൽ ഇങ്ങനെയുള്ള ഒരു പരാതിയും ഇല്ലായിരുന്നു. എന്നാൽ ഇത്രത്തോളം പരാതികൾ കുമിഞ്ഞുകൂടിയിട്ടും ഭക്തർ നേരിട്ട് പരാതിയുമായി എത്തിയിട്ട് പോലും അതൊന്ന് കൈപ്പറ്റാൻ പോലും തയ്യാറാകാതെ ആണ് അവരവിടെ ഓരോ പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയൊക്കെ ഗുരുവായൂരിനെ നശിപ്പിക്കാം, അല്ലെങ്കിൽ ഗുരുവായൂർ പോലുള്ളൊരു ക്ഷേത്രത്തെ നശിപ്പിക്കാം എന്നാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിൽ ഓരോരുത്തരും ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള രീതിയിലാണ് നമുക്ക് ഈ കമൻറ്റുകൾ മൊത്തം വന്നിരിക്കുന്നത്. ഇവിടെയുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും അവിടെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്കും എതിരെ തന്നെയാണ്. ഒരാൾ പറഞ്ഞിരിക്കുന്നത് സുരേന്ദ്രൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാൾ പറഞ്ഞിരിക്കുന്നത് സുരേന്ദ്രനാഥ് P 1244 എന്ന ഐഡിയിൽ നിന്നാണ്. CPM കേഡർമാരെയാണ് ഇവിടെ വച്ചിരിക്കുന്നത് എന്നാണ് കേട്ടത്. 600 രൂപ ശമ്പളവും സൗജന്യ ഭക്ഷണവും നൽകിയാണ് CPMന്റെ കേഡർമാരെ ഗുരുവായൂർ പോലുള്ള ക്ഷേത്രങ്ങളിൽ നിർത്തിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. നമുക്ക് വളരെ കൃത്യമായിട്ട് ഈ ഒരു ആൾ പറഞ്ഞിരിക്കുന്നത് നമുക്ക് പറയേണ്ടി വരും. കാരണം അതുപോലെയാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഇതിൽ എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. ഇതിലിപ്പോൾ ഒത്തിരി കമൻറ്റുകളുണ്ട് ഞങ്ങൾക്ക്. ഇപ്പം എല്ലാം നമുക്ക് വായിക്കാൻ പറ്റില്ല. എല്ലാ കമൻറ്റിലും നമുക്ക് കോമൺ ആയിട്ട് പോകുന്നത് ആൾക്കാർ വന്ന് നിൽക്കുന്നു, ആൾക്കാർ വന്ന് നിന്നൊന്ന്
കൂപ്പി ഭഗവാന്റെ മുന്നിലേക്ക് നിൽക്കുമ്പോൾ തന്നെ അവിടെ നിൽക്കുന്ന ആൾക്കാര് ഭഗവാന്റെ ആ ഒരു സ്വരൂപം അല്ലെങ്കിൽ ആ ഒരു വിഗ്രഹം അല്ലെങ്കിൽ ആ ഒരു പ്രതിബിംബം കാണുന്നതിന് മുന്നേ തന്നെ പിടിച്ച് തള്ളുന്ന ഈ ഒരു തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ കമന്റുകളിലും ഉണ്ടാകുന്നത്. പിന്നെ തിരക്കാകുമ്പോൾ ഇതൊക്കെ ഉണ്ടാകും, അത് ശരിയാണ്. പക്ഷെ എന്നാലും അവിടെ നിൽക്കുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എത്രയോ മണിക്കൂറുകൾ ക്യൂ നിന്നായിരിക്കും ഇതുപോലുള്ള ഭക്തരെത്തിരിക്കുക. നമ്മൾ ഗുരുവായൂർ പോലൊരു ക്ഷേത്രത്തിൽ ക്യൂ ഇല്ലാണ്ട് നിന്ന് അകത്ത് കയറണമെങ്കിൽ 3 മണിക്കൂറെങ്കിലും മിനിമം വേണം. അപ്പോൾ ഇതുപോലുള്ള ഈ ഏകാദശി പോലുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ എല്ലാ ദിവസവും തന്നെ ഗുരുവായൂർ വളരെയധികം തിരക്കുള്ള ഒരു ദിവസമാണ്. അങ്ങനെയുള്ള ദിവസങ്ങളിൽ എത്ര മണിക്കൂറൊക്കെ ക്യൂ നിന്നിട്ടായിരിക്കും ഭക്തർ അതിൻ്റെ ഉള്ളിലേക്ക് എത്തുക. അപ്പൊ ഇതിനകത്ത് മൊത്തം പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ ഭക്തർ തൊഴാനായി നിൽക്കുമ്പോൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കുറ്റങ്ങളും CPM-ന്റെ ഭാഗത്തു നിന്നുള്ള ഉദ്യോഗസ്ഥനാണ് നിർത്തിയിരിക്കുന്നതാണ് തോന്നുന്നത്. കാരണം അതുപോലുള്ള പ്രവർത്തനങ്ങളാണ് അവർ ചെയ്യുന്നത്. ഇത്രയെങ്കിലും ഭക്തി ഉണ്ടായിരുന്നു എങ്കിൽ ഇവർ ഞങ്ങൾ തൊഴാൻ വന്ന ആൾക്കാരെ ഒന്ന് കൈകൂപ്പാനെങ്കിലും സമ്മതിക്കില്ലായിരുന്നു എന്ന രീതിയിലുള്ള കമന്റുകളാണ് ഇതിൽ മൊത്തം കാണുന്നത്. പിന്നെ സഹ്യാദ്രി എന്ന് പറഞ്ഞ ഒരു ഇതിൽ നിന്നും വന്നിരിക്കുന്നത്, ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഇതുപോലുള്ള ഭക്തജനങ്ങളോട് വളരെ മോശമായി പെരുമാറുന്ന ദേവസ്വം ബോർഡിന്റെയും ജീവനക്കാരുടെയും ഈ ഒരു മോശമായ പെരുമാറ്റം കാരണം ഇപ്പോൾ ക്ഷേത്രത്തിൽ തന്നെ പോകാൻ എന്തോ വലിയ വിഷമമാണ് ആളുകൾക്ക് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇപ്പോൾ പോകാറില്ല എന്നാലും ഭഗവാൻ എവിടെയും എപ്പോഴും കൂടിയുണ്ടല്ലോ, അത് മാത്രം മതി ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം എന്നാണ് പറയുന്നത്. ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭക്തർ അമ്പലത്തിലേക്ക് എത്താത്ത ഒരു സ്ഥിതിഗതിയിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത്. കണ്ടല്ലോ, ക്യൂ നിന്ന് നാം ദർശനത്തിനെത്തുമ്പോൾ ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഇത്തരം നടപടികൾക്ക് കടിഞ്ഞാൺ ഇട്ടേ മതിയാകൂ. ഞാനിപ്പോൾ ഈ വായിച്ച കമൻറ്റുകളിൽ നിന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും എത്രത്തോളം ദുരനുഭവങ്ങളാണ് ദേവസ്വം ബോർഡുകാരിൽ നിന്നും ഗുരുവായൂർ പോലുള്ള ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് ഉണ്ടാകുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതിനൊരു കടിഞ്ഞാൺ ഇട്ടേ മതിയാകൂ. ദേവസ്വം ബോർഡ് അംഗങ്ങൾ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് എന്ന ലേബലും വച്ചിരിക്കുന്ന എല്ലാ ഏമാന്മാരും ക്ഷേത്രങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ക്ഷേത്രാചാരങ്ങളും എങ്ങനെയൊക്കെ നശിപ്പിക്കാമെന്നും ക്ഷേത്രങ്ങൾക്ക് എങ്ങനെയെല്ലാമാണ് ചീത്തപ്പേരുകൾ വരുത്തി വെക്കാമെന്നുമാണ് ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാതെ വയ്യ. ഗുരുവായൂരിലെ ആണെങ്കിൽ തന്ത്രി അടക്കം ഇമാതിരി പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ചെയ്തു കൂടുന്നത്. ഈ അടുത്ത ദിവസങ്ങളിലുണ്ടായ സംഭവങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. സത്യത്തിൽ ആദ്യം മാറ്റേണ്ടത് ഗുരുവായൂരിലെ ഈ തന്ത്രിയെ തന്നെയാണ് എന്നാണ് പറയാനുള്ളത്. എങ്കിലേ ഇവിടെ ഈ അമ്പലം നന്നാകൂ. വിശ്വഹിന്ദു പരിഷത്തും ഇത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. ക്ഷേത്രത്തിന്റെ ആചാര അനുഷ്ഠാന കാര്യങ്ങൾക്ക് ചേരാത്ത നിരവധി കാര്യങ്ങളാണ് ഈ ഒരു തന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിട്ടുള്ളതും. വൈകാതെ അത് ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്രയും വേഗം തന്നെ എത്തിക്കുന്നതായിരിക്കും. തന്ത്രിയുടെ ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇതിവിടെ മാത്രമല്ല, എല്ലാ വലിയ ക്ഷേത്രങ്ങളിലെയും അവസ്ഥ ഇത് തന്നെയാണ്. മനുഷ്യനെ പറ്റിച്ച് അവരുടെ കഷ്ടകാലത്തിനെയും ദുഃഖങ്ങളെയും ഒക്കെ മുതലെടുത്ത് പണമുണ്ടാക്കുക, ഭഗവാന്റെ അടുത്ത് ശരണം തേടി എത്തുമ്പോൾ ഒരു കൈകൂപ്പാൻ പോലും സമ്മതിക്കാതെ ഒരു ദയയുമില്ലാതെ പെരുമാറുക. അപ്പോൾ ഒന്ന് മാത്രമാണ് പറയാനുള്ളൂ, ഗുരുവായൂരപ്പൻ തന്നെ ശരണം.